മിസ്റ്റർ ഭീമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ അഗ്നിപരീക്ഷയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സെയിം ഷെയ്ഡാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയായാലും ഇവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ താൻ ഇത്തിരി വിഷമിക്കും. ഇവൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പലരുടെയും കോഴ്സ് നേരത്തെ പൂർത്തിയാകും. അങ്ങനെ റിയാസ്കാന്റെ പരിപാടി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്ന് റിയാസ്കാക്ക് ഇതൊന്നും ഇരിക്കട്ടെ. റിയാസ്ക, ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. എൽദോ ഇങ്ങനെ പറയുന്നോണ്ടാന്ന് തോന്നുന്നു ഒരു സത്യസന്ധമായിട്ട് സംസാരിച്ച്. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട്. എൽഡോ, നിങ്ങൾ നാട്ടുകാരെ വിചാരിച്ച് നിനക്ക് സെലക്ഷൻ തരാൻ പറ്റും ബ്രോ. അഖിൽമാരാര് പറയണ മാതിരി ചെയ്യടോ. ഈ പറഞ്ഞത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇയാള് ജനിച്ചു വീണത് ഇങ്ങനെ സംസാരിച്ചിട്ടാണോ? ഇയാള് നന്നായിട്ട് സംസാരിക്കും. നിനക്കറിയാവോ നാടൻ രീതിയിൽ എവിടെ കേട്ടിട്ടുണ്ട്? ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. എന്റെ ചേച്ചി, അവൻ നന്നായിട്ട് സംസാരിക്കും. അവന് സംസാരിച്ചോട്ടെ. ഞാനൊരു അധ്യാപകനാണ്. ആരെയും ഒന്നും പഠിപ്പിക്കാനല്ല വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് അധ്യാപകന് ആവശ്യമില്ല. റിയാസ് കൊല്ലം കൂടും പൈപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കണേ. എടാ, നീ ടീച്ചറാണെങ്കിൽ എന്തുവാ നമുക്ക്? നീ അങ്ങ് പറഞ്ഞ് തുരച്ച് പോടേ. ഞാൻ മറ്റേ പ്രൊമോയിലുണ്ടായിരുന്ന ഷവല് നിനക്ക് തരാം. നീ കുത്തി തന്നെ അതിനകത്തേക്ക് ചാടിച്ചാവുന്നതായിരിക്കും നല്ലത്. കൊച്ചി താഴെ വീണത് മാത്രല്ലേ വേണ്ടുള്ളൂ. ചേച്ചി വെറും കയ്യോടെ പോവില്ലെന്ന് തോന്നുന്നു. വല്ലതും കൊടുക്കോ? കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. പക്ഷേ ഈ ശ്രീ റിയാസ് ബഹുമാനം തന്നതാണോ? കുത്താൻ വേണ്ടി കൊടുത്തല്ലടാ നീ. താങ്ക് യു. എൽഡോ, ചേച്ചിയോടുള്ള ദേഷ്യത്തിന് എന്തിനാ നീ റിയാസിന്റെ മേലേക്ക് എടുക്കുന്നത്? സ്ത്രീ റിയാസ് എന്ന് വിളിച്ച് ഇനി മോനെ റിയാസിനെ അങ്ങ് വിളിച്ചാൽ റിയാസ് അങ്ങ് നേരെ സ്ത്രീയായി മാറുക. ശ്രീ എന്ന് വിളിക്കും. എങ്ങനെയാ കൂട്ടുകാരന്റെ സംസാരിക്കാൻ? ഞങ്ങൾ കൂട്ടുകാരാണ് നിന്റെ. സംസാരിക്കും. എന്ത് പറഞ്ഞടാ? ഞാനോ ഒന്നും കഴിച്ചിട്ടില്ല. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയല്ലേ തത്തറ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ തല്ലി കൊള്ളണ്ടാ പറഞ്ഞു. നമ്മളെ രണ്ടുപേരും തോറ്റ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. നാട്ടിൽ ആരുടെ മുന്നിലും തല കുരിച്ച് നിൽക്കാത്തവനാണ് ഞാൻ. ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഒരു വേദിയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റും. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. അല്ല, എങ്ങനെയാ കൂട്ടുകാരന്റെ അടുത്ത് സംസാരിക്കാൻ? ഞങ്ങൾ കൂട്ടുകാരാണ് നിന്റെ. എന്റെ സ്വന്തം സഹോദരി പോലെ കരുതിക്കോണം. എന്റെ സഹോദരിക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ട്. അല്ല, എങ്ങനെയാ കൂട്ടുകാരന്റെ അടുത്ത് സംസാരിക്കാൻ? ഞങ്ങൾ കൂട്ടുകാരാണ് നിന്റെ. സംസാരിക്കും. പറഞ്ഞെഞ്ചിനി എന്ത് പറയണടാ? സുഖം. രാവിലെ എന്താ കഴിച്ചേ? ഞാനോ ഒന്നും കഴിച്ചിട്ടില്ല. കൊടുത്ത കൊല്ലത്തിൽ കിട്ടും. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ലി കൊള്ളണ്ടാ. രഞ്ജനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു. രഞ്ജനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയടാ. രഞ്ജനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയടാ, കൂട്ടുകാരൻ എങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും. നമ്മളെ രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. വിക്രമിച്ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. നീ എന്തിനാണ് അഖിൽമാരാറിനെ ഇങ്ങനെ നോക്കി വിടുന്നത്? ഇവരെല്ലാരും ഇങ്ങനെ അടുക്കണതാ. ഇടാടാ, ഇന്ന അഖിൽമാരും നോക്കി വിടല്ലേ. അടിഞ്ഞു
എന്നാ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം.